ശബരിമലയിൽ അയ്യപ്പ ഭഗവാന്റെ സ്വർണം കവർന്ന കേസിൽ അറസ്റ്റിലായ പത്മകുമാറിനെതിരെ സംഘടനാപരമായ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ നൂൽപ്പാലത്തിലൂടെയുള്ള നടത്തയാണ് CPM ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ പാർട്ടി തൽക്കാലം നടപടികളൊന്നും എടുക്കുന്നില്ല, പാർട്ടിയിൽ തന്നെ തുടരും. അതായത് പാർട്ടിയുടെ സംരക്ഷണം അദ്ദേഹത്തിന് ഉണ്ടാവും തൽക്കാലത്തേക്കെങ്കിലും. അതേസമയം ഇപ്പോൾ നടക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ, അതിലൊന്നും പാർട്ടി ഇടപെടാൻ തയ്യാറല്ല. പക്ഷെ പത്മകുമാർ പാർട്ടിയിൽ തുടരുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ, ഒരവസരത്തിൽ ഈ അന്വേഷണത്തിൽ ഇടപെടാൻ ഒരു പഴുത് വരികയാണെങ്കിൽ അപ്പോൾ ഇടപെടുകയും ചെയ്യാം. അതാണ് ഇപ്പോൾ CPM-ന്റെ മനസ്സിലിരിപ്പ്. പക്ഷേ സംഗതി അത്ര നിസ്സാരമായ കാര്യമല്ല. വളരെ ഗൗരവമായ കുറ്റകൃത്യങ്ങളാണ് പത്മകുമാറിന്റെ പേരിൽ പ്രത്യേക അന്വേഷണ സംഘം ചാർത്തിയിരിക്കുന്നത്. സഹ കുറ്റവാളികളിൽ പലരുടെയും മൊഴി അദ്ദേഹത്തിന് എതിരുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടി തൽക്കാലം നടപടി എടുത്തില്ലെങ്കിലും പത്മകുമാറിന് അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ കഴിയും എന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് എതിരായിട്ടുള്ള ഈ കുറ്റകൃത്യങ്ങളുടെ ഭാരത്തില് ഈ നൂൽപ്പാലം പൊട്ടി പാർട്ടിയും പത്മകുമാറും ഒക്കെ അഗാധ ഗർത്തത്തിലേക്ക് വീഴാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാനും. പക്ഷെ ഇപ്പൊ പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനം തൽക്കാലം സംഘടനാപരമായ നടപടികളൊന്നും വേണ്ട എന്ന് തന്നെയാണ്. അയ്യപ്പന്റെ പൊന്നുകെട്ടു എന്ന കുറ്റകൃത്യത്തിന്റെ ഗൗരവം അത് എത്രത്തോളമാണെന്ന് CPM-ന് അറിയാൻ മേലഞ്ഞിട്ടല്ല, അത് നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ നടക്കാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പില്, പിന്നീട് ഒരു വർഷത്തിനകം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് ഇതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് അല്ലെങ്കിൽ ആഘാതം എന്താണെന്ന് പാർട്ടി നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ തൽക്കാലം അദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തിയേ പറ്റൂ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പില് അതാണ് സഹായകരമാവുക എന്ന നിലപാട് പാർട്ടി ഇപ്പോൾ എടുത്തിരിക്കുക. അതുകൊണ്ടാണ് MV ഗോവിന്ദൻ മാസ്റ്റർ, P ജയരാജൻ, EP ജയരാജൻ എന്നിവരൊക്കെ അദ്ദേഹത്തെ പ്രതിരോധിക്കാനുള്ള, അദ്ദേഹത്തെ ന്യായീകരിക്കാനുള്ള ചില പുതിയ വാദങ്ങളുമായിട്ട് കടന്നു വരുന്നത്. ഗോവിന്ദൻ മാസ്റ്റർ നേരത്തെ തന്നെ പറഞ്ഞതാണ്, അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണ്, അദ്ദേഹം കുറ്റവാളിയാണെന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കോടതി തീരുമാനം ഉണ്ടാവുന്നത് വരെ അദ്ദേഹത്തെ ഒരു കുറ്റാരോപിതൻ എന്നേ പറയാൻ പറ്റൂ. ഒരു പഴഞ്ചൻ ന്യായമാണെങ്കിലും അത് ഇന്നലെയും അദ്ദേഹം ആവർത്തിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞതിന് ശേഷം EP ജയരാജനും P ജയരാജനും പത്മകുമാറിനെ ന്യായീകരിച്ചുകൊണ്ട് വരികയുണ്ടായി. അതിൽ P ജയരാജന്റെ ന്യായീകരണത്തിനാണ് കുറെ കൂടെ സ്വീകാര്യത കിട്ടിയത്. അദ്ദേഹം പറയുന്നത് പത്മകുമാറിന്റെ ഭാഗത്തുനിന്ന് അവധാനതയില്ലായ്മ ഉണ്ടായി എന്ന് പറയുന്നു. അതായത് വേണ്ടത്ര ജാഗ്രത ഉണ്ടായില്ല, കരുതലോടുകൂടെ പ്രവർത്തിച്ചില്ല. ഈ ജാഗ്രത കുറവ് എന്ന് പറയുന്നത് CPM പോലൊരു പാർട്ടിയിൽ അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടക്കപ്പോഴും പറയുന്ന ഒരു ന്യായീകരണമാണ്. അതായത് ആ കുറ്റം ചെയ്ത സഖാവിന് ജാഗ്രത കുറവുണ്ടായി എന്ന്. അതുപോലൊരു ന്യായീകരണമാണ് ജയരാജൻ പറഞ്ഞതെങ്കിലും അദ്ദേഹം അല്പം കൂടെ മുന്നോട്ട് പോയിട്ട് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥ സംഘത്തെ ഭംഗിയായിട്ട് ശരിയായ രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഭരണപരമായ വീഴ്ച ഉണ്ടായി എന്നും ജയരാജൻ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഈ ഫയലില് കുറിപ്പെഴുന്ന കാര്യത്തിലുണ്ടായ അലംഭാവം എന്നാണ്. അതിന് തെറ്റുപറ്റിയെന്നല്ല പറയുന്നത്, കുറിപ്പെഴുതിയതിൽ ഉണ്ടായ അലംഭാവം. അങ്ങനെ പത്മകുമാറിനെ ന്യായീകരിക്കാനുള്ള ശ്രമമാണ് P ജയരാജൻ നടത്തിയത്. പക്ഷെ P ജയരാജൻ സാഹവേ, ഇത് ഫയലിൽ എഴുതുന്നതിലുണ്ടായ അലംഭാവം മാത്രമാണോ? നമുക്ക് അങ്ങനെ ഈ കുറ്റകൃത്യത്തെ ചെറുതാക്കി കാണാൻ പറ്റുമോ? വാസ്തവത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ശബരിമലയിലെ കട്ടളപ്പാളികൾ അതിളക്കിയെടുത്ത ഒരു സംഭവത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. അതിൽ ദേവസ്വം ബോർഡിന്റെ ഒരു മുൻ പ്രസിഡന്റ് N വാസു, അദ്ദേഹം അന്ന് കമ്മീഷണറാണ്, ദേവസ്വം കമ്മീഷണറാണ്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു, എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ, ഇവരൊക്കെ ഇത് സംബന്ധിച്ച ഫയലിൽ എഴുതിയിരുന്നത് പിത്തളപ്പാളി എന്നാണ്. പിത്തളപ്പാളി, ചെമ്പല്ല, പിത്തളപ്പാളി എന്നാണ് വാസുവും സുധീഷ് കുമാറും മുരാരി ബാബുവും ഒക്കെ രേഖപ്പെടുത്തിയിരുന്നത്. പക്ഷെ അത് ചർച്ചയ്ക്ക് വന്നപ്പോൾ നമ്മുടെ പ്രസിഡന്റിന് പത്മകുമാറിന് ഈ പിത്തളപ്പാളി അത്ര പിടിച്ചില്ല. മറ്റവരങ്ങനെ എഴുതാൻ കാരണം ഈ പിത്തളയും സ്വർണവും തമ്മിൽ സാമ്യമുണ്ടല്ലോ, നിറത്തിന്റെ കാര്യത്തിലൊക്കെ ഒരു സാമ്യമുണ്ട്. അപ്പൊ ആരും സംശയിക്കില്ല എന്ന് വിചാരിച്ചു. അപ്പൊ പത്മകുമാർ പറഞ്ഞു, ഈ പിത്തള എന്ന് പറഞ്ഞാല് അല്പം കൂടിപ്പോകും, അതുകൊണ്ട് നമുക്ക് ചെമ്പ് മതി. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ഈ ഫയലില് പിത്തളപ്പാളി എന്ന് മറ്റേ 3 സഖാക്കൾ എഴുതിയിരുന്നത് അങ്ങ് വെട്ടി, എന്നിട്ട് അതിന്റെ പുറത്ത് ചെമ്പ് എന്ന് എഴുതി ചേർത്തു സ്വന്തം കൈപ്പടയില്. എന്തു ചെയ്യാം, കൈപ്പട ചതിച്ചാശാനെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവസാനം ഈ ഒരു സംഭവത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിയായിട്ട് പത്മകുമാർ വരിക. അതായത് മറ്റവര് പിത്തളപ്പാളി എന്ന് എഴുതിയെടുത്ത്
അത് സ്വർണ്ണമാകട്ടോ, സ്വർണ്ണപ്പാളിയാ. അതിനെ മറ്റവര് പിത്തളപ്പാളിയാക്കി. പത്മകുമാർ അതിനെ ചെമ്പ് പാളിയാക്കി കുടുങ്ങുകയും ചെയ്തു. നല്ല ഫസ്റ്റ് ക്ലാസ് കുടുക്ക് എന്ന് വേണം അതിനെ പറയാൻ. സ്വയം വരുത്തിവെച്ച വിന, സ്വന്തം കൈപ്പട വരുത്തിവെച്ച വിന. പിത്തളപ്പാളി എന്നത് വെട്ടി ചെമ്പ് പാളി എന്ന് മാറ്റി എഴുതിയതാണോ ജയരാജൻ സഖാവേ ഈ അവധാനത ഇല്ലായ്മ? അല്ലെങ്കിൽ ഇതില് കൂട്ടത്തിലുള്ള ഉദ്യോഗസ്ഥരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കാണിച്ച ഭരണപരമായ വീഴ്ച എവിടെയാണ്? കൂട്ടത്തിലുള്ള സഖാക്കൾ എഴുതി കൊണ്ടുവന്നത് പിത്തള, സ്വർണത്തിനെ അവര് പിത്തളയാക്കി. പക്ഷെ പത്മകുമാർ എന്ത് ചെയ്തു? അവര് പിത്തളയാക്കിയ സ്വർണത്തെ ചെമ്പാക്കി. ഇതാ സംഭവിച്ചത്. ഇതിനെ നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും? ഒട്ടും അലംഭാവമില്ലാതെ വളരെ ബോധ്യത്തോടുകൂടി, ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് പത്മകുമാർ പിത്തളയെ ചെമ്പാക്കി മാറ്റിയത്. എന്താ സംശയം? ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതൊരു ചെറിയ അപ്പാപ്പം കളിയായിരുന്നില്ല. ഇതൊരു വലിയ ഗൂഢാലോചനയുടെ ഒരു ഭാഗമായിരുന്നു. പലരും ചേർന്ന് നടത്തിയ വലിയ ഗൂഢാലോചന. ഇനി കൂടുതൽ അന്വേഷണം, മൊഴിയെടുപ്പുകള് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കണം ദൈവതുല്യരായി നമ്മൾ കരുതുന്നവരൊക്കെ എങ്ങനെയാണ് ഇതിൽ ഉൾപ്പെട്ടത് എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതെ, ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായി അയ്യപ്പ ഭഗവാന്റെ സ്വർണപ്പാളികൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചതിനെ ഭരണപരമായ ഒരു വീഴ്ചയെന്നോ അലംഭാവമെന്നോ ഫയലിൽ എഴുതിയിൽ പറ്റിയൊരു പിഴവെന്നോ അല്ലെങ്കിൽ അവധാനതയില്ലായ്മയോ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ പാർട്ടിക്ക് പത്മകുമാറിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ കഴിയും? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കട്ടത് ഭഗവാന്റെ സ്വർണമാണേ. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് പത്മകുമാറിന് ഇക്കാര്യത്തിൽ വന്നിട്ടുള്ള വീഴ്ച അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത തെറ്റ്, അതിന്റെ ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ജനങ്ങളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പാർട്ടിയുടെ തീരുമാനം അദ്ദേഹത്തെ തൽക്കാലം സംഘടനാ നടപടികളൊന്നും എടുക്കാതെ രക്ഷപ്പെടുത്താനാണ്. അടുത്ത 25-ാം തീയതി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റും ചേരുന്നുണ്ട്. അവിടെ ഇത് സംബന്ധിച്ച ചർച്ച നടക്കും. പറഞ്ഞല്ലോ, ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ ഇതെങ്ങനെയായിരിക്കും വോട്ടർമാരെ സ്വാധീനിക്കുക, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ, തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ സ്വാധീനിക്കാം, അതിനെക്കുറിച്ചൊക്കെ ഉള്ള ചർച്ചകൾ ഉണ്ടാവും. പിന്നെ പ്രചാരണത്തിന് ഉപയോഗിക്കേണ്ട കാപ്സ്യൂളുകൾ അതൊക്കെ തയ്യാറാക്കി നൽകും. ഇപ്പോൾ പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനം സംഘടനാ നടപടികൾ വേണ്ട എന്നുള്ളത് സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ തീർച്ചയായും പിണറായി വിജയന്റെ അറിവോടെ അദ്ദേഹത്തിന്റെ അംഗീകാരത്തോടെ ആയിരിക്കുമല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തീരുമാനം 25-ാം തീയതിയിലെ നേതൃസമ്മേളനത്തിൽ ഉണ്ടാകും എന്ന് കരുതാൻ വയ്യ. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു. പ്രതിപക്ഷവും അവരുടെ മൂടുതാങ്ങികളായ കുറെ മാധ്യമങ്ങളും ചേർന്ന് ഇല്ലാത്ത പുകിലും പുക്കാറും ഒക്കെ ഇതിന്റെ പേരിൽ ഉണ്ടാക്കി. വലിയ ഒച്ചപ്പാടുണ്ടായി, ധാരാളം അന്തിച്ചർച്ചകൾ നടന്നു. പക്ഷെ അത് അങ്ങനെ അങ്ങോട്ട് കടന്നുപോയി. അതിനെ വേണമെങ്കിൽ പാർട്ടി നേരിട്ടു എന്ന് പറയാം. ഇനി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്ത് മാറ്റി നിർത്തിയാലോ, സസ്പെൻഷനോ പുറത്താക്കലോ ഏതെങ്കിലും നടപടി വന്നാലോ? അങ്ങനെ വന്നാൽ അത് പണ്ടോറയുടെ പെട്ടി തുറക്കുന്നത് പോലുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുമെന്നാണ് പാർട്ടിയുടെ നേതാക്കന്മാര് അല്ലെങ്കിൽ ബുദ്ധിജീവികള് കരുതുന്നത്. അതിനൊരു അവസരം കൊടുക്കേണ്ടതില്ല. അത് മാത്രമല്ല, പത്മകുമാർ തെറ്റു ചെയ്തു, അല്ലെ അദ്ദേഹത്തിന് തെറ്റു സംഭവിച്ചു എന്ന് പാർട്ടിയും അംഗീകരിക്കുന്നു എന്നൊരു തോന്നൽ, അതായത് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടപടിയെടുത്താൽ അങ്ങനെ ഒരു തോന്നൽ, അങ്ങനെ ഒരു ചിന്ത വേണമെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവാം. അത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ, പാർട്ടി സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യതയെ ദോഷമായി ബാധിക്കും എന്നാണ് ഇപ്പോ ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്ത നേതാക്കളുടെ അഭിപ്രായം. അതേസമയം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും പാർട്ടി നേതാവുമായിരുന്ന പത്മകുമാറിനെ അദ്ദേഹം ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഗ്രാവിറ്റി മനസ്സിലായതിനു ശേഷവും പാർട്ടി സംരക്ഷിക്കുന്നു എന്ന തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നതല്ലേ ഏറ്റവും അപകടകരം അല്ലെങ്കിൽ ദോഷകരമെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ഈ പാർട്ടിയിലുണ്ട്. ശബരിമല വിശ്വാസികളുടെയും അല്ലാത്തവരുടെ ഇടയിൽ ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച ഓരോ ദിവസം കഴിയും തോറും നീറി പടർന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യപ്പ സംഗമം നടന്നു, അതൊരു തട്ടിപ്പായിരുന്നു എന്ന് ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് സ്ത്രീകളെ അവിടെ പ്രവേശിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങള് അതിപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുക. പത്മകുമാർ അതിനെതിരായിരുന്നുവെന്നും അദ്ദേഹത്തെ നിശബ്ദനായി മാറ്റി നിർത്തിക്കൊണ്ട് അന്ന് കമ്മീഷണറായിരുന്ന N. വാസുവിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ അറിവോടെ അദ്ദേഹത്തെ ഉപയോഗിച്ചാണ് അന്ന് യുവതികളെ സന്നിധാനത്ത് പ്രവേശിപ്പിച്ചത് എന്നുമുള്ള ചർച്ചകൾ ഇപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുക. അയ്യപ്പ സംഗമം എന്ന വാക്ക് പറഞ്ഞാല് 2 വോട്ട് അതുകൊണ്ട് തന്നെ കുറയും എന്നൊരു സ്ഥിതി വന്നിരിക്കുക. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സാഹചര്യങ്ങൾ അങ്ങനെ ആയിരിക്കുമ്പോൾ പത്മകുമാറിനെ വീണ്ടും സംരക്ഷിക്കുന്നത്, പാർട്ടി സംരക്ഷിക്കുന്നത് വളരെ ദോഷകരമായി മാറും പാർട്ടിക്ക് എന്ന ചിന്ത ഇപ്പോൾ പാർട്ടിയിൽ മാത്രമല്ല ജനങ്ങളിടയിലും വളർന്നു വരികയാണ്. ഈ കുറ്റാരോപിതൻ മാത്രമാണ് തുടങ്ങിയ മണ്ടൻ ന്യായങ്ങളൊന്നും ഇപ്പോഴത്തെ തലമുറയുടെ മുമ്പിൽ ചിലവാവുകയില്ല എന്ന് ഗോവിന്ദൻ മാർക്സ് മനസ്സിലാക്കേണ്ടതാണ്. പണ്ടൊക്കെ ഇതൊക്കെ പറയാം, എന്റെ പ്രസ്താവന വളച്ചൊടിച്ചു,
അല്ലെങ്കിൽ എതിരാളികൾ പറയുന്നത് വളരെ ദുരുപദിഷ്ടമായ വ്യാഖ്യാനങ്ങളാണ്, അല്ലെങ്കിൽ കുറ്റാരോപിതൻ മാത്രമാണ്, കോടതി ശിക്ഷിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയാമെന്നതിനപ്പുറത്ത് പുതിയ തലമുറ, അല്ലെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ കണ്ടും കേട്ടും കഴിയുന്ന ബുദ്ധിയുള്ളവരുടെ തലമുറ ഇതൊന്നും വിശ്വസിക്കില്ല. അതാണ് വാസ്തവത്തിൽ യാഥാർത്ഥ്യം. പലപ്പോഴും ഈ പാർട്ടിയുടെ ഇരട്ടത്താപ്പാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഏറ്റവും അടുത്ത സമയത്ത് നടന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസ്. അദ്ദേഹത്തിനെതിരായിട്ട് ചില പീഡന പരാതികൾ വരുന്നു. ഒരു ശബ്ദരേഖ പ്രചരിക്കുന്നു ചാനലുകളിലും മറ്റൊരു ശബ്ദരേഖ, ഒരു പെൺകുട്ടി സംസാരിക്കുന്നതായിട്ടുള്ള ഒരു ശബ്ദരേഖ. അതാരാണെന്നറിയില്ല, അതിപ്പോഴും അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനെതിരെ കൃത്യമായിട്ടൊരു കേസില്ല, എന്തിനൊരു പരാതി പോലുമില്ല. ചില അന്വേഷണങ്ങളൊക്കെ നടന്നു, ആ അന്വേഷണങ്ങൾ എവിടെയും എത്തിയിട്ടില്ല. ഈ ശബ്ദരേഖയുടെ ഉടമയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴും എന്താ CPM പറഞ്ഞത്? ഇയാൾ രാജിവെക്കണമെന്നാ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാ. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കോൺഗ്രസ് പാർട്ടി. എന്നിട്ടും അത് തൃപ്തിപ്പെടാതെ ഇദ്ദേഹം MLA പദവി രാജിവെക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത പാർട്ടിയാണ് ഇപ്പോ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച സംബന്ധിച്ച കേസിൽ അറസ്റ്റിലായ പാർട്ടി നേതാവിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ കണ്ണൂരിലെ PP ദിവ്യ, ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസില് കുറ്റാരോപിതയായ ദിവ്യ, അവരെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്താൻ ഏറെ സമയമൊന്നും വേണ്ടി വന്നില്ലല്ലോ. പാർട്ടി പെട്ടെന്നൊരു തീരുമാനമെടുത്തല്ലോ. കണ്ണൂരിലെ പല നേതാക്കളുടെയും ഇഷ്ടപ്പെട്ട നേതാവായിരുന്നിട്ട് കൂടി ദിവ്യയുടെ കാര്യത്തില് അങ്ങനെയാണല്ലോ ഒരു നടപടി ഉണ്ടായത്. അതെന്തുകൊണ്ടാ? ദിവ്യയ്ക്ക് പാർട്ടിയിൽ ഒരു തളപ്പ്, പത്മകുമാറിന് വേറൊന്ന്. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. ഗോവിന്ദ മാർക്സിനും ജയരാജന്മാർക്കും ഒക്കെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഇവിടെയൊക്കെ ഗുരുതുല്യനായിരുന്ന MV രാഘവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സംഭവം. അദ്ദേഹം നാനാരുടെയും മറ്റും സഹായത്തോടെ പാർട്ടിയിൽ ഒരു ബദൽ രേഖ അവതരിപ്പിക്കുന്നു. ബദൽ രേഖ എന്ന് പറഞ്ഞാൽ പാർട്ടി വിരുദ്ധമായ ഒന്നുമല്ല, പാർട്ടി ഏർപ്പെടേണ്ട പുതിയ രാഷ്ട്രീയ സഖ്യങ്ങളെ കുറിച്ചുള്ള ഒരു പുതിയ ചിന്ത. അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം എടുത്തിരുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായിരുന്നു എന്നത് ശരിയാണ്. അത് 1985 നവംബർ 20-നും 24-നും ഇടയ്ക്ക് കൊച്ചിയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നു, ചർച്ച ചെയ്യുന്നു, സമ്മേളനം അത് തള്ളിക്കളയുന്നു. പിന്നെ 1985 ഡിസംബർ 25 മുതൽ 29 വരെ കൽക്കത്തയിൽ നടന്ന പാർട്ടി കോൺഗ്രസ്, അവിടെയും ഈ രേഖ ചർച്ച ചെയ്തു. ഈ ബദൽ രേഖ അവിടെയും തള്ളപ്പെട്ടു, അത് അംഗീകരിച്ചില്ല. പക്ഷെ അതിനുശേഷം MV രാഘവനോ അദ്ദേഹത്തിന് കൂടെയുള്ള ആരെങ്കിലുമോ പാർട്ടിക്കെതിരായിട്ട്, പാർട്ടി നേതൃത്വത്തിനായിട്ട് പരസ്യമായിട്ട് എന്തെങ്കിലും പറയുകയോ പ്രസ്താവനകൾ ഇറക്കുകയോ ഒന്നും ചെയ്തില്ല. അവർ അടങ്ങിയിരിക്കുകയായിരുന്നു. പക്ഷേ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് അരമാസം കഴിയുന്നതിന് മുമ്പായിട്ട് 1986 ജാനുവരി 13-ന് CPM സംസ്ഥാന കമ്മിറ്റി ചേർന്ന് MV രാഘവനെയും PV കുഞ്ഞിക്കണ്ണനെയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. അന്ന് PV കുഞ്ഞിക്കണ്ണൻ LDFന്റെ കൺവീനറാണ്. ഒട്ടും സമയമെടുത്തില്ലല്ലോ, ഒട്ടും സംരക്ഷിച്ചില്ലല്ലോ. MV രാഘവനും കൂട്ടരും ചെയ്ത ഒരു ക്രിമിനൽ കുറ്റമായിരുന്നില്ലല്ലോ. അതേസമയം പത്മകുമാറിന്റെ ക്രിമിനൽ കുറ്റമാണ്. MV രാഘവനും കൂട്ടരും പാർട്ടിക്കെതിരായിട്ട് പരസ്യമായ ഒരു നിലപാടെടുത്തില്ലല്ലോ. പാർട്ടിയുടെ നേതൃത്വത്തിന്റെ നിലപാടിനെതിരായിരുന്നു, അത് ശരിയാ. അത് ഒരു ജനാധിപത്യ പാർട്ടിയിൽ സംഭവിക്കാവുന്നതാണ്, സംഭവിക്കേണ്ടതാണ്. അതിനപ്പുറത്ത് ഒന്നും ഉണ്ടായില്ല. പക്ഷേ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് 15 ദിവസത്തിനകം അവര് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. പിന്നീട് MV രാഘവനെ പുറത്താക്കുകയും മറ്റും ചെയ്തു. ഇതാണ് CPMന്റെ ചരിത്രം. പക്ഷെ പത്മകുമാറിന്റെ കേസ് വരുമ്പോൾ അതല്ല, മറ്റൊരു ന്യായമാണ്. അപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വിടുന്നത് ദോഷകരമാകും എന്ന ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തുന്നു. അത് ഈ ശബരിമല സ്വർണ്ണ കവർച്ച സംബന്ധിച്ച വിശദാംശങ്ങൾ അപ്പോഴപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന പാർട്ടി അനുഭാവികളും ശബരിമല വിശ്വാസികളും സാധാരണ ജനങ്ങളും ഇപ്പോൾ പാർട്ടിയുടെ മനസ്സ് എന്താണ്, ആർക്കൊപ്പമാണ്, ഈ കുറ്റകൃത്യത്തിനൊപ്പമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. പത്മകുമാറിനെ ഇങ്ങനെ തൽക്കാലം സംരക്ഷിച്ചു നിർത്തുന്നതിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇതിന്റെ അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലേക്ക്, ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളിയിലേക്ക് നീങ്ങുമോ എന്ന സംശയം. അദ്ദേഹത്തെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്ന് ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിനെതിരായിട്ട് എന്തൊക്കെ മൊഴികളാണ് വന്നിരിക്കുന്നത്, പത്മകുമാറിന്റെ ഭാഗത്തു നിന്ന്, വാസുവിന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ മൊഴികൾ വന്നിട്ടുണ്ട് എന്ന് ആർക്കും അറിയില്ല. പക്ഷെ പുറത്തു വന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ പത്മകുമാറിന്റെയും വാസുവിന്റെയും ഒപ്പം ഈ കവർച്ചയില് തുല്യ പങ്ക് കടകംപള്ളിക്കുമുണ്ട് എന്ന് വ്യക്തമായിരിക്കുകയാണ്. എന്താണ് പത്മകുമാർ കൊടുത്തിരിക്കുന്ന മൊഴി? അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അവതാരം ശബരിമലയിലേക്ക് വരുന്നത് നേരിട്ടല്ല, ദേവസ്വം വകുപ്പ് മുഖേനയാണ്. ഈ സ്വർണം പൂശുന്നതിനുള്ള സ്പോൺസർഷിപ്പിന് വേണ്ടി ആദ്യം അപേക്ഷ നൽകിയത് സംസ്ഥാന സർക്കാരിനാ. അത് വേണ്ട പോലെ ചെയ്യണമെന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡിലേക്ക് വിട്ടതാരാ? നമ്മുടെ കടകംപള്ളിയാ, മന്ത്രി, ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളിയാ. ഇതൊക്കെ നമ്മൾ പറയുന്നതല്ല, പത്മകുമാറിന്റെയും മറ്റും മൊഴികളിൽ വന്നതാണ്. അത് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് അറിയില്ല എന്ന് കടകംപള്ളി പറഞ്ഞെങ്കിലും അവരിരുവരും ചേർന്നുള്ള ചിത്രങ്ങളൊക്കെ, ഫോട്ടോകള്, അതൊക്കെ പുറത്തു വന്നിട്ടുണ്ട്.
അത് മാത്രമല്ല, കടകംപള്ളിയുടെ മണ്ഡലമായ കഴക്കൂട്ടത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ചെയ്ത പല പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് എന്ന കാര്യം ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. അപ്പൊ ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഈ അന്വേഷണം കടകംപള്ളിയെ തൊടാതെ മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. സംശയം വേണ്ട, ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്തിട്ട് കഴമ്പുണ്ടെന്ന് കണ്ടാൽ പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും. നമ്മളെ ഇത് സംബന്ധിച്ച പല മുൻ വീഡിയോകളിലും പറഞ്ഞതുപോലെ ഇത് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നടത്തുന്ന അന്വേഷണമല്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഇക്കാര്യത്തിൽ യാതൊരു നിയന്ത്രണവും ഇല്ല. ഇത് ഹൈക്കോടതി നേരിട്ട് നടത്തുന്ന, അവരുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന അന്വേഷണമാണ്. അതാ പറഞ്ഞത്, കടകംപള്ളിക്ക് ഈ സ്വർണ്ണ കവർച്ചയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ട് എന്ന് വ്യക്തമായാൽ, അതിനുള്ള തെളിവുകൾ വന്നാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ പത്മകുമാർ പാർട്ടിക്ക് പുറത്തു നിൽക്കുകയാണെങ്കിൽ ഈ അറസ്റ്റിന്റെ പേരിൽ അപ്പൊ സ്വാഭാവികമായിട്ടും കടകംപള്ളിയെയും പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടി വരും. ചിലപ്പോൾ സസ്പെൻഷൻ, പിന്നീട് പുറത്താകല്, ഇതൊക്കെ ഉണ്ടായെന്ന് വരാം. ഇത് പാർട്ടിയെ വലിയ തോതിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആ ഒരു സാഹചര്യം, സിറ്റുവേഷൻ, അത് ഒഴിവാക്കുന്നതിനാണ് ഇപ്പോൾ സത്യത്തിൽ പാർട്ടി പത്മകുമാറിനെ അല്ലെങ്കിൽ പത്മകുമാറിനെതിരായിട്ട് സംഘടനാ നടപടികളൊന്നും എടുക്കാതെ മാറ്റി നിർത്തിയിരിക്കുന്നത്. കടകംപള്ളിയെ പേടിച്ച അന്വേഷണം കടകംപള്ളിയിലേക്ക് എത്തുമോ എന്ന പേടിയുണ്ടാകും. സാധാരണഗതിയിൽ നമ്മുടെ കാലിൽ ഒരു ചെറിയ മുഴ വന്നാൽ, അതൊരല്പം അപകടകാരിയാണെന്ന് തോന്നിയാൽ അത് ഏതെങ്കിലും ഡോക്ടറെ കാണിച്ച് അത് കീറിച്ച് അവിടെ മരുന്ന് വെച്ച് കെട്ടി അത് സുഖപ്പെടാൻ സമയം നൽകുകയാണ് പതിവ്. പക്ഷെ ഇവിടെ അതല്ല. കാലിലൊരു വലിയ മുഴ വന്നിരിക്കുകയാണ്. അവിടെ എപ്പോൾ വേണമെങ്കിലും അണുബാധയുണ്ടാകാം. അത് വലിയൊരു മുറിവായിട്ട് മാറാം. അത് പാർട്ടി എന്ന് പറയുന്ന ശരീരത്തെ മുഴുവനായിട്ട് ബാധിച്ചേക്കാം. അത് പാർട്ടി വലിയ ഗൗരവമുള്ളൊരു വിഷയമായിട്ട് എടുക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഈ പാർട്ടി ഇപ്പോൾ ഡയബറ്റിക്സ് ബാധിച്ചൊരു പാർട്ടിയാണ്. പ്രമേഹമുണ്ട്, സുഖലോലുപത, ആഡംബര ജീവിതം. പാർട്ടിയും പാർട്ടി നേതാക്കളും ഒക്കെ ഇപ്പോ സുഖലോലുപതയിലും ആഡംബര ജീവിതത്തിലൊക്കെ മുഴുകി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് പ്രമേഹം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. പ്രമേഹ രോഗമുണ്ടെങ്കിൽ ഈ മുറിവ് അങ്ങനെയൊന്നും പൊറുക്കുകയില്ല. ചിലപ്പോൾ അത് നീണ്ടു പോയേക്കാം. ചിലപ്പോൾ അത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും പാർട്ടിയുടെ ശരീരത്തിൽ ഒരു വലിയ മുറിവായിട്ട് തന്നെ തുടരും. അത് പാർട്ടി നേതാക്കള് മനസ്സിലാക്കുന്നതാണ് നല്ലത്. പാർട്ടി സെക്രട്ടേറിയറ്റ് കഴിഞ്ഞപ്പോൾ പി ജയരാജനും ഇ പി ജയരാജനും ഫേസ്ബുക്കിൽ ചില കുറിപ്പുകളുമായിട്ട് വന്നത് ശ്രദ്ധിച്ചായിരുന്നോ? അതത്ര നിഷ്കളങ്കമല്ല കേട്ടോ. പാർട്ടി നേതൃത്വത്തിന്റെ ദൗർബല്യം, ഈ സംഭവത്തിൽ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൽ പറ്റിയ പരാജയങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് പിണറായി വിജയനും ഗോവിന്ദൻ മാർക്സും അടക്കമുള്ളവർക്ക് സംഭവിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥ, അവർ വല്ലാത്ത രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുന്നത്, അതും മനസ്സിലാക്കിക്കൊണ്ടാണ് കണ്ണൂരിൽ നിന്നുള്ള 2 ജയരാജന്മാർ വളരെ നീണ്ട ഫേസ്ബുക്ക് കുറിപ്പുകളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. പാർട്ടിക്ക് പറ്റിയ വീഴ്ച അവർ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.